എംബാപ്പയും ഹൂലിയൻ ആൽവാരസും തമ്മിലുള്ള യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതായത് മാഡ്രിഡ് ഡെർബിയാണ് വരാൻ പോകുന്നത് അല്ലേ. ആൻഡ് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽവി അറിയാതെ മുന്നോട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കാൻ ഇപ്പോഴും ആ ഒരു ലീഗിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്താത്ത അത്ലറ്റിക്കോ മാഡ്രിഡിനെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. യെസ്, സാബിയും പിള്ളേരും സ്ട്രോങ് ആണ്. വെറും സ്ട്രോങ് ഒന്നുമല്ല, ഡബിളും അല്ല ട്രിപ്പിളും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തോൽവി അവർ അറിഞ്ഞിട്ടേ ഇല്ല. ഇനി എംബാപ്പയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി എംബാപ്പ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ മുമ്പ് ആണെന്നുണ്ടെങ്കിലും ക്ലബ്ബ് എത്ര മോശമാണെന്നുണ്ടെങ്കിലും ഞാൻ ഗോൾ അടിക്കണോ ഗോൾ അടിച്ചിരിക്കും എന്നുള്ളതാണ്. ആരാലെയും എന്നെ തടുക്കാൻ പറ്റില്ല എന്നുള്ള ഫോമിൽ എംബാപ്പ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാലിഗയിൽ ആ ഒരു ട്രാക്ക് പിടിച്ചെടുക്കാൻ പറ്റാതെ ആകെ കഷ്ടപ്പെടുന്ന ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇപ്പോൾ ഹൂലിയൻ ആൽവാരസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും പുള്ളിയും ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഡിഫൻസ് വേണോ ടീമിന് എവിടെയാണെന്നുണ്ടെങ്കിലും ആ വനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ആസ് ആൻ അറ്റാക്കിംഗ് പ്ലെയർ അല്ലെങ്കിൽ ഒരു പ്ലെയർ ഫോർ ദ ടീം എന്നുള്ള രീതിയിൽ ഇരുവർക്കും പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ആരാണ് മികച്ചത് എന്നുള്ളത്. ആൻഡ് ഈ വരാൻ പോകുന്ന മാഡ്രിഡ് ഡെർബി ആര് തൂക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? റയൽ മാഡ്രിഡോ അത്ലറ്റിക്കോ മാഡ്രിഡോ? താഴെ കമൻറ്റ് കറോ.